ഒത്തിരി സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ ഈ പെരുന്നാൾ സന്ധ്യയിൽ നിങ്ങളുടെ ഒപ്പം ആയിരിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്ക് ഇപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ respect is given by others. Even your first and last bath will be given by others. After your death, your property, your clothes, your precious belongs shared by others. Your funeral will be arranged by others. Your final prayer be said by others. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ബർത്ത് ഈസ് ഗിവൺ ബൈ അതേഴ്സ്. അല്ലേ, ജനിക്കില്ലേ, ഞാൻ എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്നതായിരിക്കണോ? അല്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. വസ്തുക്കളും നിങ്ങളുടെ സൽപ്പേരും ഒക്കെ ഷെയർ ചെയ്യുന്ന ആരാ? അതേഴ്സ് ഇല്ലേ? നമ്മുടെ അവസാനത്തെ ഫ്യൂണറൽ സർവീസ് അറേഞ്ച് ചെയ്യുന്ന ആരാ? പിന്നെ എന്തേ സഹോദരങ്ങളെ, 2026 തുടക്കത്തില് നമ്മൾ പറയുന്ന ഒരു കാര്യം, ചലനം നടക്കുന്ന കൊണ്ടുവന്ന് ഈ പള്ളിയുടെ നടുമുറ്റത്ത് കിടക്കുമ്പോൾ ഒന്ന് കൈ പൊക്കി ഒന്ന് അവനെ ഒന്ന് ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ച് നടക്കും. ഇല്ലേ, നടക്കോ? ആരെങ്കിലും വിചാരിക്കണം ഇങ്ങോട്ട് കയറി വരണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വിചാരിക്കണം ഇവിടെ വേണ്ട, എന്റെ ദേഹത്തേക്ക് കുറച്ച് മണ്ണ് വീഴുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഹേ മനുഷ്യ, നീ മണ്ണാകുന്നു. അച്ഛന്മാർക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത നല്ല മത്തായി ചേട്ടൻ കൊച്ചെഴുതി വെച്ചു. ശരി, കൊച്ചു നോക്കുമ്പോൾ ശരിയല്ലേ? ആരി കൂട്ടിയതോ ഒന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ തന്നെയും സുഗതകുമാരി പറയുന്നത് പോലെ നമ്മുടെ കല്ലറ വരെയെങ്കിലും കരയാൻ നമ്മുടെ വേണ്ടപ്പെട്ടവർ കാണും. അത് കഴിഞ്ഞ കാര്യം